വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസ് നേതൃ ക്യാമ്പ്, ആ ക്യാമ്പിൽ രൂക്ഷമായ വിമർശനങ്ങളും തമ്മിലടിയുമാണ് നടക്കുന്നത്. മാത്രമല്ല മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളിയും VM സുധീരനും ആ നേതൃ ക്യാമ്പ് ബഹിഷ്കരിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പല വിധത്തിലുമുള്ള മറികടക്കലുകൾ, മീൻസ് KPCCയുടെയും AICCയുടെയും മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ, അത് കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസ് അടക്കം പരസ്യമായതിലേക്ക് ഉന്നയിക്കുന്നതിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വലിയ തർക്കം, നേതാക്കന്മാർക്ക് പരസ്യമായി പ്രതികരിക്കാൻ വിലക്ക് വരെ ഏർപ്പെടുത്തുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സണ്ണി ജോസഫ് അതിൻ്റെ ബ്രീഫിംഗ് നടത്തിയിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോഷില ചേരുകയാണ്. ജോഷില, എന്തൊക്കെയാണ് നേതൃ ക്യാമ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? മാത്രമല്ല ഈ തർക്കത്തിൻ്റെ ഒരു സൂചകമായി നിൽക്കുന്നത് മുല്ലപ്പള്ളിയും VM സുധീരനും, മുതിർന്ന നേതാക്കൾ, മുൻ KPCC അധ്യക്ഷന്മാർ പങ്കെടുക്കുന്നില്ല. തീർച്ചയായും അജിംഷാദ്, വലിയ കൊട്ടിഘോഷിച്ച് നടത്തിയ സപ്ത റിസോർട്ടിൽ നടത്തിയ ഈ ഒരു ക്യാമ്പ്, ലക്ഷ്യ ക്യാമ്പ് അവസാനിച്ചിരിക്കുന്നു. അവസാനമായി AICC ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കാണും എന്നായിരുന്നു ഇന്നലെ വരെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് മാധ്യമങ്ങളെ കണ്ടത്. മാത്രമല്ല രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളോട് ഞങ്ങൾ ദുരന്ത ബാധിതരുടെ വീടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇതിനൊക്കെ പരിഹാരമായി ഈ വാർത്താ സമ്മേളനത്തിൽ പരിഹാരമുണ്ടാകും, അതിനൊക്കെ മറുപടി വാർത്താ സമ്മേളനത്തിൽ നൽകും, ആ വീട് കൃത്യമായി പൂർത്തീകരിക്കും എന്നൊക്കെയായിരുന്നു, ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ മറുപടി നൽകും എന്നൊക്കെയായിരുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ നേരത്തെ മാധ്യമപ്രവർത്തകർ ഓരോരുത്തരെയായി കണ്ടപ്പോൾ പറഞ്ഞത്. അതിൽ നിന്നൊക്കെ അവർ വിട്ടുമാറുകയായിരുന്നു. എന്നാൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോഴും ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ടിനെ കുറിച്ച് കൃത്യമായി ഒരു കണക്ക് പറയാൻ തയ്യാറായിട്ടില്ല. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഒരു തീയതി പറയാൻ അവരൊന്നും തന്നെ തയ്യാറായിട്ടില്ല. നേരത്തെ സിദ്ദിഖ് MLA പറഞ്ഞത് ഈ ഒരു 10 ദിവസത്തിനകം കൃത്യമായ തീയതി പ്രഖ്യാപിക്കും, തറക്കല്ലിടും എന്നായിരുന്നു. അത് ഈ ഒരു സമ്മിറ്റോടുകൂടി പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. എന്നാൽ അവസാന വാർത്താ സമ്മേളനത്തിൽ പോലും അത്തരമൊരു കാര്യം ഉന്നയിക്കാനോ അല്ലെങ്കിൽ പറയാനോ മറുപടി പറയാൻ പോലും KPCC നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ സമ്മിറ്റിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തും എന്നൊക്കെയായിരുന്നു. അത് വളരെ അനുരഞ്ജനത്തിലാണ് പിരിയുന്നത്, കെട്ടുറപ്പോടെയാണ് പിരിയുന്നത് എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഈ സമ്മേളനം സമാപിക്കും വരെ VM സുധീരനോ മുല്ലപ്പള്ളി രാമചന്ദ്രനോ ഈ വഴിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മുല്ലപ്പള്ളിക്കെതിരെ പോസ്റ്ററുകൾ എത്തിയിരുന്നു. മാത്രമല്ല ഈ കടൽ കിഴവന്മാർക്ക് ഇനിയും സീറ്റ് മോഹമോ എന്നൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിൽ പല വിധത്തിലും പോസ്റ്ററുകൾ ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ അടൂർ പ്രകാശ് മുതൽ ഇങ്ങ് K സുധാകരൻ വരെയുള്ള MP മാർ പോലും വെച്ച് ഈ നിയമസഭയിലേക്ക് മത്സരിക്കാനായി നീങ്ങുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മുല്ലപ്പള്ളിയുടെ പരിഭവം, VM സുധീരൻ്റെ പരിഭവം വലിയ അർത്ഥത്തിൽ കാണേണ്ടതാണ്. കാരണം അവരെ വലിയ രീതിയിൽ ആക്ഷേപിച്ചു. തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അണികൾ തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മണ്ഡലത്തിലാണ് അദ്ദേഹത്തിനെതിരെയുള്ള പോസ്റ്ററുകൾ വന്നത്. അദ്ദേഹം ഇനിയും മത്സരിക്കാൻ ഒരുങ്ങുന്നതിനെ കുറിച്ചുള്ള പോസ്റ്ററുകൾ, അദ്ദേഹത്തിനെതിരായ പോസ്റ്ററുകൾ വന്നത് അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള സ്ഥലങ്ങളിലാണ്, അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലങ്ങളിലാണ്. നാദാപുരത്ത് മത്സരിച്ചാൽ തോൽപ്പിക്കും എന്ന് വരെ പോസ്റ്ററുകൾ ഇറങ്ങിയത്. എന്നാൽ ഈ പോസ്റ്ററുകൾ അടക്കം അദ്ദേഹത്തിൽ ഉണ്ടാക്കിയ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മുതിർന്നവരെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരില്ല എന്നുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സമ്മിറ്റിനോട് പോലും അദ്ദേഹം വിട്ടുനിന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ആദ്യത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ KC വേണുഗോപാൽ സ്വയം സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം നടക്കില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് മറുപടി കൊടുത്തിരുന്നു. VM സുധീരൻ അടക്കമുള്ള ആളുകൾക്ക് ഈ മറുപടി കൃത്യമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ K സുധാകരൻ അടക്കമുള്ളവർ, അടൂർ പ്രകാശ് അടക്കമുള്ളവർ സ്ഥാനാർത്ഥിത്വ കുപ്പായവുമായി ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ സബ്മിറ്റോട് കൂടി സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് കൃത്യമായി വിലയിരുത്തപ്പെടും, ആരൊക്കെ മത്സരിക്കണം എന്നുള്ളത് കൃത്യമായി വിലയിരുത്തപ്പെടും എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രഖ്യാപനം. എന്നാൽ അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനം. ഇന്ന് നേതൃയോഗത്തിൽ ഈ തർക്കങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അത് കൃത്യമായി ബൈഫർക്കേറ്റ് ചെയ്ത് പറയാനാകും. ഒന്ന്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ BJPയുമായും SDPIയുമായും വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടിനോട് വലിയ വിയോജിപ്പുണ്ടായത്.
AICCയുടെയും KPCCയുടെയും ഒക്കെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പല ഐക്കണായ അവരുടെ സ്റ്റാർ ക്യാമ്പയിനർമാരെന്ന് പറയാവുന്നവരെ തട്ടിമാറ്റിയത്, അത് തൃശ്ശൂരിലും അതെ, കൊച്ചിയിലതെ, അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ മാറ്റിയത്. അങ്ങനെ ഒന്ന്. രണ്ടാമതാണ് ഈ സൂചിപ്പിക്കേണ്ടത്, ഇത് മുല്ലപ്പള്ളിയും VM സുധീരനും അടക്കം പങ്കെടുക്കാത്ത കാര്യം. 3 MP-മാർ താല്പര്യം പ്രകടിപ്പിക്കുന്നതിന് എതിരെ VD സതീശൻ വരുന്നു, സതീശനെതിരെ KC വേണുഗോപാൽ എത്തുന്നു. അപ്പോൾ KC വേണുഗോപാലിനും നിയമസഭയിൽ എൻട്രിക്ക് താല്പര്യമുണ്ട് എന്ന് നേരത്തെ വ്യക്തമാക്കിയ കാര്യം ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുകയാണ്. ഈ തർക്കമാണ് യഥാർത്ഥത്തിൽ നേതൃയോഗത്തെ ഇന്ന് സമ്പന്നമാക്കിയത്. തീർച്ചയായും തർക്കം തന്നെയാണ് നേതൃയോഗത്തെ സമ്പന്നമാക്കിയത് എന്ന് വേണം പറയാൻ. കാരണം സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ ആർക്കും ഒരു കൃത്യമായ തീരുമാനം പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് കഴിയുന്നതോടുകൂടി 1ാം ഘട്ട സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞ് നടക്കുന്ന യാത്രയിൽ, VD സതീശൻ നയിക്കുന്ന യാത്രയിൽ ഈ സ്ഥാനാർത്ഥികളെയും കൊണ്ടാണ് യാത്ര നയിക്കുക എന്നൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിലുള്ള പ്രഖ്യാപനം. എന്നാൽ ഈ പ്രഖ്യാപനം ഒന്നും തന്നെ നടന്നില്ല. അതിന്റെ അർത്ഥം ഇതിനുള്ളിൽ വലിയ രീതിയിൽ